ഒരുപാട് നാളായി വേദന അനുഭവിക്കുന്ന ആൾക്കാർ ഒ പിയിൽ വരുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഒരു മരുന്നാണ് വൈറ്റമിൻ ഡിയും കാൽഷ്യം സപ്ലിമെൻറ്റ്സും. വൈറ്റമിൻ ഡിയും വേദനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് കഴിച്ചാൽ വേദന മാറുമോ? അതൊരു വേദന സംഹാരിയാണോ? എന്തൊക്കെയാണ് വൈറ്റമിൻ ഡിയും വേദനയും തമ്മിലുള്ള ബന്ധം? എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ നജ്വ, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടെക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ, എരണിപ്പാലം. നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമുള്ള രണ്ട് ഘടകങ്ങളാണ് വൈറ്റമിൻസും മിനറൽസും. അതിൽപ്പെട്ട ഒരു വൈറ്റമിൻ, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. നമ്മുടെ ശരീരത്തിൽ അത് സിന്തസൈസ് ചെയ്യുകയാണ്, അതായത് ഉണ്ടാക്കുകയാണ്. സൂര്യപ്രകാശത്തിൻ്റെ അൾട്രാ വയലറ്റ് ബി റേസും നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളും കമ്പൈൻ ചെയ്ത് അതൊരു 25 ഹൈഡ്രോക്സി കോളികാൽസിഫ്രോൾ എന്ന ഒരു ഘടനയുണ്ടാകുന്നു. ഇത് കിഡ്നിയിൽ വെച്ച് വീണ്ടും ആക്ടിവേറ്റ് ചെയ്തിട്ട് 125 ഡൈ ഹൈഡ്രോക്സി കോളികാൽസിഫ്രോൾ എന്നൊരു ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി ആകും. ഇതാണ് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം നമ്മൾ ഭക്ഷണം വഴി കിട്ടുന്നത് നമ്മളുടെ കുടൽ വഴി അത് ബ്ലഡിലേക്ക് എടുക്കാനും കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ മിനറൽസിൻ്റെ അബ്സോർപ്ഷനും സഹായിക്കുന്ന ഒരു പ്രോ ഹോർമോൺ ഒരു വൈറ്റമിൻ ആണ് നമ്മളുടെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി 5 തരത്തിലുണ്ട്. എന്നാൽ പ്രധാനമായും 2 ഫോംസ് ആണ് നമുക്ക് പൊതുവെ കൂടുതലായിട്ട് നമ്മൾ അറിയേണ്ടത്. വൈറ്റമിൻ D2 അഥവാ എർഗോ കാൽസിഫറോൾ, വൈറ്റമിൻ D3 അഥവാ കോളി കാൽസിഫറോൾ. വൈറ്റമിൻ D2 ഒരു പ്ലാന്റ് ഡിറൈവ്ഡ് പ്രൊഡക്റ്റാണ്. വൈറ്റമിൻ D3 ഒരു ആനിമൽ ഫുഡിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. സാധാരണഗതിയിൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ 30 നാനോഗ്രാം പെർ എം എൽ തൊട്ട് 100 നാനോഗ്രാം പെർ എം എൽ ആണ് നോർമൽ റേഞ്ച്. ഇതിൻ്റെ താഴെ പോകുമ്പോൾ ആണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങൾ കാണുക. നമുക്കറിയാം, നമ്മളുടെ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന കുറച്ച് ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് തുടങ്ങിയവ. ഇതേ ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് കിട്ടേണ്ട ഒരു ഘടകമാണ് വൈറ്റമിൻസും മിനറൽസും. അത്തരത്തിലുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള കാൽഷ്യവും, മഗ്നീഷ്യവും, ഫോസ്ഫറസ്, സിങ്ക് തുടങ്ങിയ ധാതുക്കൾ, മിനറൽസ് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. നമ്മളുടെ ഫുഡിലൂടെ കിട്ടുന്ന ഈ ധാതുക്കൾ കുടൽ വഴി ബ്ലഡിലേക്ക് എത്തണമെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. കൂടുതലായിട്ടും സൂര്യപ്രകാശത്തിൻ്റെ പ്രസൻസിൽ നമ്മളുടെ ശരീരത്തിലെ കൊളസ്ട്രോള് സൂര്യപ്രകാശത്തിലെ UVB ലൈറ്റും കൂടെ ആക്ട് ചെയ്തിട്ടാണ് അതിൻ്റെ 25 ഹൈഡ്രോക്സി കോളികാൽസിഫ്രോൾ എന്നൊരു ഘടനയുണ്ടാകുന്നത്. ഈ ഒരു ഫോം കിഡ്നിയിലെത്തുമ്പോൾ അത് ആക്ടിവേറ്റ് ആയിട്ട് ഹൈഡ്രോക്സിലേറ്റ് ചെയ്തിട്ട് 125 ഡൈ ഹൈഡ്രോക്സി കോളികാൽസിഫ്രോൾ എന്ന ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഡി ആകുന്നു. നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള വൈറ്റമിൻ ഡിൻ്റെ ലെവൽസാണ് 30 മുതൽ 100 നാനോഗ്രാം പെർ എം എൽ. ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ അത് ഇൻസഫിഷ്യൻ്റ് ആണ്. അതിന് 100ൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അത് ടോക്സിസിറ്റിയാണ്. അതായത് വൈറ്റമിൻ ഡി ടോക്സിക് ലെവൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അർത്ഥം. ഇനി എന്തൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ ഉപയോഗങ്ങൾ? എന്തൊക്കെ അസുഖങ്ങളാണ് വൈറ്റമിൻ ഡി കുറവായാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അസുഖങ്ങൾ? വൈറ്റമിൻ ഡി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലുള്ള ധാതുക്കളുടെ അബ്സോർപ്ഷന് സഹായിക്കുന്നു. കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം തുടങ്ങിയ മിനറൽസിൻ്റെ അബ്സോർപ്ഷൻ സഹായിക്കുന്നു. ഈ ധാതുക്കൾ നമ്മളുടെ എല്ലുകളുടെ ബലത്തിന് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. മാത്രമല്ല നമ്മളുടെ മസിലിൻ്റെ സ്ട്രെങ്ത്തിനും അതിൻ്റെ ഫങ്ഷനിങ്ങിനും നോർമലായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് ഈ മിനറൽസ്. ശരീരത്തിൽ വൈറ്റമിൻ ഡി ലെവൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിലും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് റിക്കറ്റ്സ്. അതായത് ബോൺ മിനറൽ ഡെൻസിറ്റി കുറഞ്ഞ് സോഫ്റ്റായിട്ട് അത് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ. എന്നാൽ മുതിർന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന 2 അസുഖങ്ങളാണ് ഓസ്റ്റിയോമലേഷ്യ, ഓസ്റ്റിയോപോറോസിസ് തുടങ്ങിയ അസുഖങ്ങൾ. ഇതിലും എല്ലുകളുടെ ബലം കുറഞ്ഞ് പൊട്ടിപ്പോയി ചെറിയൊരു വീഴ്ചയിൽ പോലും എല്ലുകൾ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോമലേഷ്യ. പ്രായമായുള്ള ആൾക്കാർക്ക് കാണുന്ന ഒരു അസുഖമാണ് ഓസ്റ്റിയോപോറോസിസ്. വൈറ്റമിൻ ഡി നമ്മളുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഇത് മറ്റ് അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കുന്നു. മാത്രമല്ല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് പോലുള്ള അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വൈറ്റമിൻ ഡി ലെവൽസ് അത്യാവശ്യമാണ്. പഠനങ്ങൾ തെളിയുന്ന പോലെ മൂഡ് ഡിസോർഡേഴ്സ്, അതായത് എഫക്ഷൻ, മൂഡ് ഡിസോർഡേഴ്സൊക്കെ വൈറ്റമിൻ ഡി ലെവൽസിന് അത്യാവശ്യമാണെന്ന് പഠനങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കിട്ടാൻ സാധ്യതയുള്ള ഫുഡ് സോഴ്സസ് എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ അതിൻ്റെ ഹയ്യസ്റ്റ് സോഴ്സാണ് സൺലൈറ്റ്, അതായത് വെയിൽ. ഒരു 10 മണി മുതൽ 11:30-12 മണി വരെയുള്ള സമയത്ത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ നല്ലൊരു വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യം ഉള്ള ഒരു വൈറ്റമിൻ ഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നാൽ നമ്മളുടെ ജീവിത സാഹചര്യം കൊണ്ടും നമ്മളുടെ സമയമില്ലായ്മ കൊണ്ടും മിക്കപ്പോഴും ഇത് നടക്കാറില്ല. അപ്പോൾ നമ്മൾ
വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ട അത്യാവശ്യമായിട്ട് വരും. ഈ എന്തൊക്കെയാണ് വൈറ്റമിൻ ഡി റിച്ച് ഫുഡ്? ഫാറ്റി ഫിഷ്, അതായത് സാൽമൺ, മാക്കറൽ തുടങ്ങിയ, അതായത് സാൽമൺ, ചാള, അയില തുടങ്ങിയ മീനുകളിലും മുട്ടയുടെ മഞ്ഞ വൈറ്റമിൻ ഡി റിച്ച് ആണ്. അതുപോലെ ഫുഡിൽ പ്ലാന്റ്സിൽ നോക്കുകയാണെങ്കിൽ അവക്കാഡോ, ഓറഞ്ച്, ക്യാരറ്റ്, ബ്രൊക്കോളി തുടങ്ങിയ ഫുഡിലും വൈറ്റമിൻ ഡി വളരെയധികം അടങ്ങിയിരിക്കുന്നു. എല്ലാ ആനിമൽസിൻ്റെയും എല്ലാ മൃഗങ്ങളുടെയും പാലുൽപ്പന്നങ്ങളും പാലും വൈറ്റമിൻ ഡി റിച്ച് ആണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡിയുടെ ആവശ്യകത പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കാൽഷ്യവും നമ്മുടെ ശരീരത്തിലുള്ളത്. നമ്മളുടെ എല്ലുകൾക്ക് ബലം വയ്ക്കാനും മറ്റുള്ള എല്ലാ പ്രക്രിയകൾക്കും കാൽഷ്യം അത്യാവശ്യമാണ്. പൊതുവെ കാൽഷ്യത്തിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് സോഴ്സാണ് പാലും പാലുൽപ്പന്നങ്ങളും, അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയും. മുട്ടയുടെ മഞ്ഞ വൈറ്റമിൻ ഡി റിച്ച് ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പൊതുവെ കൊളസ്ട്രോൾ കൂടും, ഷുഗർ കൂടും എന്നൊക്കെ രീതിയിൽ നമ്മൾ ഒഴിവാക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമുള്ള, അതായത് നമ്മളുടെ എല്ലുകൾക്ക് ഏറ്റവും കൂടുതൽ ബലം കൊടുക്കുന്നതും അതിൻ്റെ ഘടനകൾക്കോ അത്യാവശ്യമുള്ള രണ്ട് സോഴ്സസിനെയാണ് നമ്മൾ വേണ്ട എന്ന് വയ്ക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഭക്ഷണ രീതിയെ നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്യുകയും നമ്മളുടെ എല്ലുകൾക്ക് കൂടുതൽ ബലം കൊടുക്കുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ, നമ്മളുടെ ഫുഡിൻ്റെ മെനുവിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വേദന സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.